നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിലപ്പനയാണ്. പനവൃക്ഷത്തോട് സാദൃശ്യമുള്ള ഈ ചെടിയുടെ പല പേരുകളും ഇതിൻ്റെ രൂപത്തെ വർണ്ണിക്കുന്നതാണ്. ആയുർവേദത്തിൽ വാജീകരണ ഔഷധത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യോനി രോഗത്തെ അകറ്റുവാനും നിലപ്പന ഉപയോഗിച്ചു വരുന്നു. അമരലിഡേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം കുർക്കുലിഗോ ഓർക്കിലോയിഡ് എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ മുസലി, ഭൂതാലി, താലപത്രിക, താലമൂലിക, ഹംസപതി, ദീർഘകന്തി, വാരാഹി എന്നൊക്കെയാണ് നാമധേയങ്ങളുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 690 മീറ്റർ ഉയരത്തിലുള്ള എല്ലാ പ്രദേശങ്ങളിലും നിലപ്പന വളരാറുണ്ട്. ഒരു ബഹുവർഷ ഔഷധിയാണ് നിലപ്പന. ഇതിൻ്റെ ഇലകളെ ശ്രദ്ധിച്ചാൽ കാണാം, റോസറ്റെ ആകൃതിയിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇലകൾക്ക് ഏകദേശം 15 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല നീണ്ട് മണ്ണിൽ തൊട്ടുകിടക്കും. അതുപോലെ 1.5 സെൻറ്റിമീറ്ററോളം വീതിയാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. പൂക്കൾ ദ്വിലിംഗികളാണ്, അതായത് ആൺപൂക്കളും പെൺപൂക്കളും ഒരേ ചെടിയിൽ തന്നെ കാണപ്പെടുന്നു. പെൺപൂക്കൾ താഴത്തെ ഭാഗത്തും ആൺപൂക്കൾ മുകളിലത്തെ വശത്തുമാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം ഇതിൻ്റെ മൂലകാണ്ഡമാണ്. മൂലകാണ്ഡം മണ്ണിൽ വളർന്നുകൊണ്ടേയിരിക്കും. ഏത് പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി ഇത് മണ്ണിൽ വളർന്നു പിടിക്കാറുണ്ട്. ഇതാണ് ആയുർവേദത്തിൽ ഔഷധമായി ഉപയോഗിച്ചു വരുന്നത്. മൂത്രവികാരങ്ങളെ ശമിപ്പിക്കുവാനും യോനി രോഗങ്ങളെ അകറ്റുവാനും നിലപ്പനയ്ക്ക് അത്യപൂർവമായ കഴിവാണുള്ളത്. ഇതിൻ്റെ രാസഘടന, അതായത് ഇതിൻ്റെ മൂലകണ്ഠത്തിൽ റെസിൻ, ടാനിൻ, സ്റ്റാർച്ച്, പൊട്ടാസ്യം തുടങ്ങിയവയാണ് അടങ്ങിയിരിക്കുന്നത്. ദശപുഷ്പത്തിലെ ഒരു അംഗമാണ് നിലപ്പന. ഇത് മുടിയിൽ ചൂടിയാൽ സൗഭാഗ്യം വന്നു ചേരും എന്നാണ് പറയപ്പെടാറുള്ളത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമ്മളുടെ ആചാര്യൻ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. നിലപ്പന അല്ലെങ്കിൽ അതിന് മുസലി എന്ന് പറയാം. ഈ സഫേദ് മുസലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഏകദേശം ഒരു വകുപ്പിൽപ്പെട്ട ചെടി തന്നെയാണ് ഈ നിലപ്പന എന്ന് പറയുന്നത്. ഈ നിലപ്പനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ വസ്ത്യാശ്രിതമായ രോഗങ്ങളാണ്. അതായത് ഈ മൂത്രക്കടച്ചിൽ, മൂത്രസംബന്ധമായ രോഗങ്ങൾ ഈ നിലപ്പന കിഴങ്ങാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം. നിലപ്പന കിഴങ്ങിൽ നിലപ്പന സമൂലം കഷായം വെച്ച് കൊടുക്കാം. അതുപോലെ ഈ അസ്ഥിരുക്കം എന്ന് പറഞ്ഞ രോഗം സ്ത്രീകൾക്ക് ഈ നിലപ്പന കിഴങ്ങ് പാലിൽ കലക്കി അല്ലെങ്കിൽ പാലിൽ തിളപ്പിച്ച് കഴിക്കാം. ഈ മുസലി ഖദിരാദി കഷായം ആയുർവേദത്തിൽ ഉണ്ടാക്കുന്ന ഈ നിലപ്പന ചേർത്തിട്ടാണ്. പിന്നെ ഇത് ഈ പുരുഷന്മാർക്ക് ഈ ശുക്ലവർദ്ധനമാണ്. അതായത് ഈ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസിയൊക്കെ ഉള്ള ആൾക്കാർക്ക്, അതുപോലെ ഈ ലൈംഗിക ശേഷി കുറവുള്ള ആൾക്കാർക്ക് നിലപ്പനക്കിഴങ്ങ് പൊടിച്ച് 10 ഗ്രാം പാലിൽ കലക്കി കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ല ഗുണമുണ്ടാവും. പിന്നെ അതുപോലെ ഈ നിലപ്പനയുടെ ഒരു പ്രധാനപ്പെട്ട ഈ യോനി രോഗങ്ങളിൽ അതൊരു അഗ്രമായ ഔഷധമാണ്. പ്രത്യേകിച്ചും ഇതൊരു ശീതവീര്യമാണ്. ഈ ചുടുക്കന് ഈ അസ്ഥിസ്രാവം മാത്രമല്ല, യോനിയിലുണ്ടാകുന്ന ചുട്ടുനീറ്റിലെ ചൂട്, അതുപോലെ ഈ മഞ്ഞ നിറത്തിലായിരുന്നുണ്ടാകുന്ന സ്രാവം, ഇതിനൊക്കെ ഈ നിലപ്പന നെയ്യ് കാച്ചിട്ട് അകത്തേക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇതൊരു വിഷശമനം കൂടിയാണ്. അതായത് ശരീരത്തിനുള്ള ഈ എന്തെങ്കിലും നമ്മൾ വിഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് വിഷം മാത്രമല്ല, മറ്റ് പല വിധത്തിലെ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മദാത്യത്തിൽ മദ്യം അധികം കഴിച്ചിട്ടുണ്ടാകുന്ന ഈ ചുട്ടുനീറ്റിൽ നിന്നൊക്കെ ഈ നിലപ്പന കിഴങ്ങ് പാലിൽ തിളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫലമാണ്.